മറ്റൊരു ദേശീയ അധ്യക്ഷനും ഇല്ലാത്ത രീതിയിലുള്ള അധികാര സ്വാതന്ത്ര്യം എല്ലാ തരത്തിലും അനുഭവിച്ച ആളാണ് അമിത്ഷാ. അദ്ദേഹത്തിന്റെ മകൻ ജയ്ഷായുടെ കോർപ്പറേറ്റ് കമ്പനിയുടെ ആസ്തി അത് 600-700 മടങ്ങിലധികം വർദ്ധിച്ച് 2 കൊല്ലം കൊണ്ട് തഴച്ചു വളർന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയായിരുന്നു. BJPയിൽ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ അമിത്ഷായുടെ കുടുംബത്തെ തന്നെ ശക്തമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് തിരിഞ്ഞിരുന്നു എന്നുള്ളതാണ് വാസ്തവം. 2014-19 കാലഘട്ടത്തിൽ അദ്ദേഹം BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള അട്ടിമറി, അതായത് BJPയുടെ ഫണ്ട് വിനിയോഗിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടത്തി എന്നുള്ളത് ശക്തമായ ഒരു ആരോപണമാണ്. എന്നാൽ അതിനുശേഷമാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായത്. അതായത് 2ാം നരേന്ദ്രമോദി സർക്കാരിലാണ് അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി പദവി കൊടുത്തത്. BJPയുടെ ദേശീയ അധ്യക്ഷന്മാരിൽ ഏറ്റവും അധികം നിർണായക സ്വാധീനം, ശക്തി ഇതെല്ലാം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ളത് അമിത്ഷായ്ക്ക് മാത്രമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ട്. എന്നാൽ 2019-2024 കാലഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരിക്കെ അമിത്ഷാ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളോട് പ്രതികാര നടപടി ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ജയിലിൽ ആക്കപ്പെടുന്നത്. അതിന്റെ കണക്ക് തീർക്കാൻ ചിദംബരത്തിനെതിരെ, അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ ഓരോന്നായി കുത്തിപ്പൊക്കി അദ്ദേഹത്തിനെ ജയിലഴിക്കുള്ളിലേക്കാക്കാൻ വലിയ കളികൾ കളിച്ചത് അമിത്ഷായായിരുന്നു. ഒടുങ്ങാത്ത പക കാത്തു സൂക്ഷിച്ച് കോൺഗ്രസിന്റെ അസ്ഥിവാരം തോണ്ടിക്കളയും, കോൺഗ്രസ് മുക്ത ഭാരതം ആണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെയാണ് തട്ടിവിടുന്നത്. 60 വയസ്സേ ആയിട്ടുള്ളൂ. പല സീനിയേഴ്സ് പറയുന്ന ഒരു ചോദ്യമുണ്ട്, അതായത് നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ പറയുന്നു, ഇദ്ദേഹത്തിന് അത്രയും വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല, അദ്ദേഹത്തിനേക്കാൾ രാഷ്ട്രീയം കളിച്ച, രാഷ്ട്രീയത്തിന്റെ കടവിറങ്ങിയ മുതിർന്ന പല നേതാക്കളും BJPക്കുള്ളിൽ ഉണ്ട്. പക്ഷെ അവർക്കാർക്കും BJPയുടെ ഉന്നത സ്ഥാനങ്ങൾ കൈപ്പിടിയിൽ ഇത്ര ചെറുപ്രായത്തിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല. അമിത്ഷായെ കേന്ദ്ര ക്യാബിനറ്റിൽ നിന്ന് നീക്കണമെന്ന ഗഡ്കരിയുടെ ആവശ്യം വാസ്തവത്തിൽ സത്യസന്ധമായി അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുന്നതാണ്. മന്ത്രിസഭയിൽ 3ാമൻ ഗഡ്കരി ആകേണ്ടതായിരുന്നു. അമിത്ഷായെ പിടിച്ച് തന്റെ മുകളിൽ ഇരുത്തുന്നത് ഏതർത്ഥത്തിലാണ് എന്ന ഗഡ്കരിയുടെ ചോദ്യം വീണ്ടും അമിത്ഷായുടെ BJPക്കുള്ളിലെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഗഡ്കരി വീണ്ടും അദ്ദേഹത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്നത്.